ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 63 പേജ് 55. വമാ തനജ്ജസ ബിൽ മുതവസ്സിത്തതി, മധ്യനിലയിലുള്ള നജസ് കൊണ്ട് നജസായ മുതനജ്ജിസായ ഒരു വസ്തു, നജസ് കലർന്ന വസ്തു. 3 തരത്തിലുള്ള നജസുണ്ട്. 1 അതീവ ഗൗരവമുള്ളത് മുഗല്ലദ, 2 വളരെ നേർമയായത് മുഖഫഫ, 3 ഒരു മധ്യനിലയിലുള്ളത് മുതവസ്സിത്ത. അപ്പോൾ ഇവിടെ വെള്ളം തെറിപ്പിച്ചാൽ മതി എന്ന വളരെ ലഘുവായ നിയമം അല്ല, എന്നാൽ മണ്ണുകൊണ്ട് കഴുകണം എന്ന അതീവ ഗൗരവവും അല്ല, ഒരു മധ്യനിലയിലുള്ളത്. അങ്ങനെയുള്ള ഒരു നജസ് കൊണ്ട് മുത്തനജ്ജിസായൊരു വസ്തു, വഹുവ ഏതായി മുത്തവസ്സിത്തായ നജസ് എന്ന് പറഞ്ഞാൽ ഗൈറുൽ മുഗല്ലദി, അതിഗൗരവമുള്ള അതുമല്ല, വൽ മുഖഫഫി വളരെ നേർമയായത് അതുമല്ല. അവിടെ ഇൻകാനത്ത് നജസ് ആണെങ്കിൽ ഹുക്മിയത്തൻ, ഹുക്മിയായ നജസാണ്. ഹുക്മിയായ നജസ് എന്ന് പറഞ്ഞാൽ നജസിൻ്റെ ഒരു വിധി അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ നജസിനെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ലാ തുദ്റക്കു, ആ നജസിനെ ഗ്രഹിക്കപ്പെടുകയില്ല. ബിഇഹ്ദൽ ഹവാസി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നുകൊണ്ടും അതിനെ ഗ്രഹിക്കപ്പെടുകയില്ല. പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ നമ്മുടെ, രുചിക്കുക, മണക്കുക, കാണുക, കേൾക്കുക, തൊടുക എന്നിത്യാദി പഞ്ചേന്ദ്രിയങ്ങൾ, അതുകൊണ്ട് അതിൽപ്പെട്ട ഒരു ഹിസ്സ് കൊണ്ടും ഒരു കഴിവ് കൊണ്ടും നമുക്ക് ഈ പറയപ്പെടുന്ന നജസിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാലൊക്കെ ബൗലിൻ ജഫ, ഉണങ്ങിപ്പോയ മൂത്രം പോലെ. നമ്മുടെ വീട്ടിലോ മറ്റോ വീടിൻ്റെ തറയിൽ, വീടിൻ്റെ നിലത്ത്, നമ്മുടെ ടൈലിൽ ഉദാഹരണം മൂത്രം ചാടി കുട്ടിയുടെ, ആ മൂത്രം പറ്റങ്ങ് ഉണങ്ങിപ്പോയി. ഇപ്പോൾ അതിന് നിറമില്ല, മണമില്ല, രുചിയില്ല, ഒന്നുമില്ല. അതാണ് അവിടെ അടിയിൽ 2-ാം നമ്പറിൽ ബി അല്ലം തക്കുല്ലഹു ഐനുൻ വലാ സിഫത്തും മിൻ തുഅമിൻ വലൗരിൻ വരീഹിൻ. ആ നജസിൻ്റേതായ ഒരു തടി, ആ നജസാകുന്ന വസ്തു അതവിടെ ഇല്ല. നജസിൻ്റെ നിറമില്ല, മണമില്ല, രുചിയില്ല, വിശേഷണങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥ. സംഗതി മൂത്രം ചാടിയിട്ടുണ്ട്, പക്ഷേ അവിടെ അതിൻ്റേതായ ഒരു സംഗതിയും ഒരു തരത്തിലുള്ള വിശേഷണങ്ങളുമൊന്നും അവിടെ ഇല്ല. വലം തുദ്റക്കുലഹു സിഫത്തുൻ, അതുതന്നെയാണ് പറഞ്ഞത്. നജസിനെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ആ നജസിന് ഒരു സിഫത്തും എത്തിക്കപ്പെടുന്നില്ല, അവിടെ മനസ്സിലാക്കപ്പെടുന്നില്ല, ഒരു വിശേഷണവുമില്ല. വിശേഷണം എന്ന് പറഞ്ഞാൽ നിറം, മണം, രുചി. എങ്കിൽ കഫ മതിയാകുന്നതാണ് ജറിയുൽ മാ, ഈ വെള്ളം ഒലിക്കൽ മതിയാകുന്നതാണ് അലൈഹി, ആ സ്ഥലത്തിൻ്റെ മേലെ, ആ മുത്തനജ്ജിസായ വസ്തുവിൻ്റെ മേലെ, എന്തു വസ്തുവാണോ അതിൻ്റെ മേലെ വെള്ളം ഒലിക്കൽ മതിയാകുന്നതാണ്. മറത്തൻ, ഒറ്റക്കൊരു പ്രാവശ്യം വെള്ളം ഒലിച്ചാൽ മതി, വിഷയം അങ്ങോട്ട് തീർന്നു എന്ന്. അപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് അങ്ങനെ ഒരു കുട്ടിയുടെ മൂത്രം കിടന്നു, അതങ്ങനെ എന്തോ കാരണം കൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല, അതങ്ങോട്ട് നന്നായി ഉണങ്ങിപ്പോയി. ഒരു നിലക്കുള്ള ഒന്നുമില്ല ഇപ്പോൾ അവിടെ. ഒരു ഉദാഹരണം, മൂത്രം അങ്ങനെ ചാടി, പിന്നെ ആ വീട് അടച്ച് ഒരാഴ്ചത്തേക്കോ മറ്റോ ഇവർ വേറെന്തോ വിരുന്നിന് പോയി, ഒരു ഉദാഹരണം പറയാം. പിന്നെ വന്നു നോക്കുമ്പോൾ മൂത്രം ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ അതിന് ഒരു തരത്തിലുള്ള ഇതുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതിയെന്ന്, അവിടെ മൂത്രം ചാടി വിവരം നമുക്കറിയാം എങ്കിൽ അതിൻ്റെ മേലെ ഒറ്റ വെള്ളം ഒഴിക്കൽ, വെള്ളം ഒന്നങ്ങ് വലിച്ചാൽ മതിയെന്ന്. വൈങ്കാനത്ത് ഐനീയത്തൻ, ഇനി നജസ് ഐനിയായ നജസാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ നജസ് മേലെ കിടക്കുന്നുണ്ട്, നജസാകുന്ന തടി. തുദ്റക്കു, അതിനെ ഇദ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, ഗ്രഹിക്കപ്പെടുന്നുണ്ട്. ബിഇഹ്ദൽ ഹവാസി, ഹാസത്തുകളിൽ ഒന്നുകൊണ്ട്. ഹാസത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അത് ആ വസ്തുവായ തടി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വിശേഷണം അവിടെയുണ്ട് എന്ന് അതാ ഉദ്ദേശിക്കണത്. ഫലായത്തുഹുറു, അപ്പോൾ അത് ശുദ്ധിയാകുന്നതല്ല. ഇല്ലാ ബി ഇസാലത്തി ഐനിഹ, ആ നജസിൻ്റെ ഐന് അഥവാ തടി, ഒ സിഫാത്തിഹ, അതിൻ്റെ വിശേഷണങ്ങൾ എല്ലാം നീക്കിക്കളയണം. എന്നാലേ
ഈ പറയപ്പെടുന്ന വസ്തു ശുദ്ധമാവുകയുള്ളൂ. അപ്പം മൂത്രമായിരിക്കുകയാണ്, നിലവിൽ അവിടെ മൂത്രമുണ്ട്, അല്ലെങ്കിൽ മൂത്രമില്ല, മൂത്രം പറ്റ എന്തായി വറ്റിപ്പോയി, പക്ഷെ മൂത്രത്തിൻ്റെ മണമുണ്ട്, ഗന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകണം, വിശേഷണം പോകണം, അഥവാ നിറം, മണം, രുചി അത് പോകണം. അതേപോലെ വസ്തു ഉണ്ടെങ്കിൽ വസ്തുവും പോകണം, അവിടെ നിന്ന് ആ നജസ് പോകണം. ഇനി വൈൻ തവക്കഫത്ത് അല നഹവി സ്വാബൂനിൻ, അങ്ങനെ ഈ കളയൽ എന്ന് പറഞ്ഞല്ലോ, ഇത് കളയണം, ആ വസ്തുവിനെ അല്ലെങ്കിൽ വിശേഷണത്തെ കളയണം. ആ കളയാൻ സോപ്പ് അനിവാര്യമായി വന്നാൽ, സോപ്പ് പോലെയുള്ളത് അനിവാര്യമായി വന്നാൽ വജബ, അത് ഉപയോഗിക്കൽ നിർബന്ധമാണ്. വലായതുറു, കുഴപ്പമില്ല, ബക്കാഉ ലൗനിൻ ഔ രീഹിൻ അസുറ സവാലുഹു, നിറം അവിടെ നിന്നു അല്ലെങ്കിൽ വാസന നിന്നു, എങ്ങനെ അത് പോകൽ വളരെ പ്രയാസമാണ്. രണ്ടും കൂടിയല്ല, ഒന്ന് മാത്രം. മനസ്സിലായോ? ഏത്? നിറമോ അല്ലെങ്കിൽ മണമോ ഏതെങ്കിലും ഒന്നവിടെ നിൽക്കുകയാണ്, അത് എന്ത് ചെയ്താൽ പോണില്ല, എന്ത് നമ്മൾ ചെയ്തിട്ടും പരിശ്രമിച്ചിട്ടും അത് പോകുന്നില്ല. നിറം പോകുന്നില്ല, അല്ലെങ്കിൽ ഏത് പോകുന്നില്ല, അതിൻ്റെ മണം പോകുന്നില്ല, നല്ലോണം പരിശ്രമിച്ചു പോകുന്നില്ല എന്നാൽ കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന്, ചിലപ്പോൾ നിറം പോകില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഫൈൻ ബക്കിയ മഅൻ, രണ്ടും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കുകയാണ്, നിറമുണ്ട് മണമുണ്ട്, പോകുന്നില്ല. അല്ലെങ്കിലോ ഔ ബക്കിയ ത്വഅമു, അല്ലെങ്കിൽ രുചി അവിടെ നിൽക്കുകയാണ്, രുചി പോകുന്നില്ല, രുചി പോകുന്നില്ല എങ്കിൽ ഫലാ യത്ഹുറു, ഈ വസ്തു ശുദ്ധിയാകുന്നതല്ല. അങ്ങനെയൊക്കെ അതിൻ്റെ മസല. സുവറുമിൻ തത്വഹീരിൻ നജാസത്തി, നജസിനെ ശുദ്ധീകരിക്കുന്നതിൽ നിന്നുള്ള ചില രൂപങ്ങൾ. യുസ്തറത്തു, ഷർത്താക്കപ്പെടുന്നതാണ്. ബിത്വഹാറത്തി ബിൽ മായിൽ ഖലീലി, കുറഞ്ഞ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണത്തിൽ ഷർത്താക്കപ്പെടുന്നതാണ്. കുറഞ്ഞ വെള്ളം, 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളം, അതുകൊണ്ട് ശുദ്ധീകരിക്കുന്നതിൽ ഷർത്താക്കപ്പെടും. അയ്യക്കൂന, ആ വെള്ളമാവണം, വാരിദൻ അലൽ മുത്തനജിസി, നജസ് പുരണ്ട വസ്തുവിൻ്റെ മേൽ വെള്ളം ഇങ്ങോട്ട് വന്ന് വീഴണം. ഫലവു അക്കസ, തിരിച്ചു ചെയ്താൽ നജസ് പുരണ്ട വസ്തുവിനെ നമ്മൾ വെള്ളത്തിലേക്ക്, ഏത് 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ ലം യത്ഹുർ, ആ വസ്തു ശുദ്ധമാകുന്നതല്ല എന്ന് മാത്രമല്ല, വ തനജ്ജസൽ മാഉ, വെള്ളം നജസായി പോവുകയും ചെയ്യും. വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളൊക്കെ ഇത് വല്ലാതെ ശ്രദ്ധിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾ, അവരുപയോഗിക്കണ ഉടുപ്പോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്ത്രങ്ങൾ, തുണികളോ എന്തെങ്കിലും, അപ്പോൾ അതേൽ മൂത്രമുണ്ട്, അങ്ങനത്തെ നജസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി ഛർദ്ദിച്ചതുണ്ട്, ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, നജസ്സുള്ള ഒരു വസ്തു, ഒരു തുണി, ഒരു ഉദാഹരണം. അപ്പോൾ അവിടെ പൈപ്പ് ടാപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, എന്തിലേക്ക്? ബക്കറ്റിലേക്ക്. പെണ്ണുങ്ങൾ അലക്കുകയാണ്. എന്നിട്ട് ഈ നജസായ ഈ തുണി കൊണ്ടുപോയിട്ട് ആ ബക്കറ്റിൽ ഇപ്പോൾ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടു, കഴുകണയാണ്. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേറെ ഇപ്പോൾ കുട്ടികളുടെ കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ഒന്നും ഇടൂല, അത് ശ്രദ്ധിക്കും. അതേ സമയത്ത് കുട്ടികളുടെ മൂത്രമൊക്കെ ചെറുതായിട്ടുള്ള ഒരു ഉടുപ്പാണ്, അല്ലെങ്കിൽ ഒരു വസ്ത്രമാണ് എങ്കിൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ചെയ്യും, ബക്കറ്റ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഇടും. അങ്ങനെ കൊണ്ടുപോയിട്ടാൽ ഈ ഉടുപ്പ് വൃത്തിയാകുന്നില്ല, ശുദ്ധമാകുന്നില്ല എന്ന് മാത്രമല്ല, ആ ബക്കറ്റിലെ വെള്ളം മൊത്തം നാശമായി. കാരണം 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് വസ്തു ഇങ്ങോട്ട് വന്ന് വീഴാൻ പാടില്ല. അതേ സമയത്ത് കണ്ടില്ലേ, ഒരു കപ്പിലെ വെള്ളം, ഒരു കപ്പ് വെള്ളം, അതിപ്പോൾ 2 കൊല്ലത്തിൻ്റെ താഴെ ഒരു ബക്കറ്റ് വെള്ളത്തിനേക്കാളൊക്കെ എത്രയോ കുറവാണ് ഒരു കപ്പിലെ വെള്ളം. ആ കപ്പിലെ വെള്ളം, എൻ്റെ കയ്യിലൊരു ടവലുണ്ട്, ആ ടവലിൽ നജസുണ്ട്, മൂത്രമോ അല്ലെങ്കിൽ എന്തോ നജസുണ്ട്. എന്നാൽ ഈ കുറഞ്ഞ വെള്ളം കൊണ്ട്, ഈ ഒരു കപ്പ് വെള്ളം കൊണ്ട് ഈ ടവൽ വൃത്തിയാക്കാം, ശുദ്ധീകരിക്കാം. അതെങ്ങനെയാണ്? ടവല് ഒരു കയ്യിൽ പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ഈ കപ്പിലെ വെള്ളം ടവലിലേക്ക് ഒഴിക്കുക, വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു പ്രശ്നമില്ല, ആ ടവൽ വൃത്തിയാവും. ആ ടവലിലുള്ള മൂത്രത്തിൻ്റെ പ്രശ്നം, നജസിൻ്റെ പ്രശ്നം അങ്ങോട്ട് പോയാൽ നല്ല ക്ലീനാവും, ഒരു കുഴപ്പമില്ല.
ഇവിടെയും എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളം നജസുമായി കൂട്ടിമുട്ടുകയാണ്. പക്ഷേ അവിടെ വെള്ളം അധികാരിയാവുകയാണ്. ഇവിടെ വെള്ളത്തിനാണ് പവർ. കാരണം വെള്ളം മേലേന്ന് വന്ന് ഈ നജസ് പുരണ്ടതിലേക്ക് വീഴുകയാണ്. അപ്പോൾ നജസിനല്ല, മുത്തനജ്ജിസായ വസ്തുവിനല്ല അധികാരം, പവർ കൂടുതൽ വന്നത് വെള്ളത്തിനാണ്. അപ്പം ശുദ്ധീകരണം നടക്കും. അതേസമയത്ത് വസ്തു പോയി വെള്ളത്തിലേക്ക് ചാടിയാൽ വെള്ളം ദുർബലനാകുക, വെള്ളത്തിലേക്ക് മറ്റേയാൾ വന്ന് വീണു, പറ്റൂല, ശരിയാവില്ല. വലാക്കിൻ പക്ഷേ യക്ഫി ഫിൽ ഫമി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകണതാണ്, നമ്മുടെ വായിൻ്റെ ഉള്ളിൽ നജസുണ്ടായി, അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നജസ്, പാത്രത്തിൻ്റെ ഉള്ളിൽ നജസ്. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയപ്പോൾ അത് വൃത്തിയാക്കൽ എന്നുള്ളത്? വായിൽ മതിയാകുന്നതാണ്, വല്ലിനായി പാത്രത്തിലും മതിയാകുന്നതാണ്. സൊബുൽ മാ, ഈ വെള്ളം ഒഴിക്കൽ, ഫീഹിമ, ഇത് രണ്ടിലേക്കും. അപ്പോൾ വായിലേക്ക് വെള്ളം എടുക്കണം, പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇദാറത്തുഹു, ആ വെള്ളത്തെ കറക്കണം, ചുഴറ്റണം. ബി ജവാനിബിഹിമ, വായിൻ്റെയും പാത്രത്തിൻ്റെയും സൈഡുകളിലൂടെ ഇങ്ങനെ ചുഴറ്റണം. അതായത് ഇങ്ങനെ കറക്കണം എന്ന്, നമ്മളിങ്ങനെ വായിൽ വെള്ളമിട്ട് കൊപ്പിളിക്കണം, പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പാത്രം ഇങ്ങനെ ചുറ്റിക്കണം, കറക്കണം, അത്ര തന്നെ. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. 4-ാം നമ്പർ, മാലം തക്കുൻ ഐനുൻ നജാസത്തി ബാക്കിയത്തം ഫീഹിമ. വായിൻ്റെ ഉള്ളിൽ, പാത്രത്തിൻ്റെ ഉള്ളിൽ നജസിൻ്റെ തടി ഉണ്ടാവരുത്. ആദ്യം ഈ തടി വല്ലതുകൊണ്ട് എടുത്ത് കളയണം, അതായത് നജസാകുന്ന വസ്തുവിനെടുത്ത് കളയണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ മതിയെന്ന്. വയജിബുൽ മുബാലഗത്തു ഫിൽ ഗർഗറത്തി, ഗർഗറത്തിൽ നല്ല മികപ്പിച്ച് ചെയ്യൽ നിർബന്ധമാണ്. ഗർഗറത്ത് നന്നായി ചെയ്യണം. ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ അടിഭാഗത്തേക്ക്, അതായത് തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് വെള്ളമിട്ട് ഇങ്ങനെ കറക്കുക, വെള്ളമിട്ട് അനക്കുക, അതാ ഗർഗറത്ത്. തർദീദുൽ മായി ഇല അസ്ലിൽ ഹൽഖി ബില ബൽഇൻ, അകത്തേക്ക് വിഴുങ്ങാതെ നമ്മൾ തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് വെള്ളം ഇങ്ങനെ ഇട്ട് അനക്കിക്കൊണ്ടിരിക്കുക, അതാണ് ഗർഗറത്ത്. അത് ശരിക്ക് ചെയ്യണം. ഹത്താ യതുഹുറ കുല്ലു മാ ഫി ഹദ്ദി ലാഹിരിൽ ഫമി അൽ മുത്തനജ്ജിസി. എന്തിനാ അങ്ങനെ ചെയ്യണത്? നജസ് പുരണ്ട വായിൻ്റെ പുറംഭാഗം എന്ന് പറയുന്ന, അതായത് വായിന് തന്നെ 2 ഭാഗമുണ്ട്, ഒന്ന് പുറമുണ്ട്, ഒന്ന് അകമുണ്ട്. വായിന് 2 ഭാഗമുണ്ട്, ഒന്ന് പുറമായിട്ട് കണക്കാക്കുന്നതും ഒന്ന് ബാത്തിനായിട്ട് ഉള്ളായിട്ട് കണക്കാക്കുന്നതും. പുറം ആയിട്ട് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹാഇൻ്റെ മഹ്റജ് ഏതോ അവിടം മുതൽ ഇങ്ങോട്ട് പുറമേക്ക് മേൽഭാഗത്തേക്ക് അത് വായിൻ്റെ പുറം ഭാഗമാണ്, അവിടം മുതൽ അകത്തേക്ക് ഉൾഭാഗമാണ്. അപ്പം ഈ വായിൻ്റെ പുറം ഭാഗം, ആ പുറം ഭാഗത്തിൻ്റെ പരിധിയിലുള്ളതെല്ലാം, ആ ഭാഗമെല്ലാം ശുദ്ധമാവണം. അതിനു വേണ്ടി തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് വെള്ളമൊഴിച്ച് അത് ശരിക്കും അവിടെ ഇങ്ങനെ അനക്കണം, നന്നായി അനക്കണം. വായു നേഴ്സാണെങ്കിൽ അപ്പോൾ ഈ പറയണേ. അപ്പോൾ ഈ വായിൻ്റെ, ഞാൻ പറഞ്ഞ ഹാഇൻ്റെ മഹ്റജിൻ്റെ അവിടെ നിന്ന് മേലോട്ടുള്ള ഭാഗങ്ങൾ, ആ ഭാഗം മൊത്തം ക്ലീൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ നജസിൻ്റെ അംശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ശരീരത്തിൻ്റെ ബാഹ്യഭാഗമായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ അകംഭാഗം അകത്തേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ ശുദ്ധമാണോ അല്ലയോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് ബാധ്യതയില്ല. അപ്പം ഈ ഭാഗം ശുദ്ധമാവാൻ ശരിക്കും ഗർഗറത്ത് ചെയ്യേണ്ടതാണ് എന്നാ പറഞ്ഞത്. തഖബ്ബലല്ലാഹ്.